വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ത്രിപുരയിൽ ബിജെപി നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലുള്ള വസ്തുതാന്വേഷണ സംഘത്തിന്റെ സന്ദർശനം ത്രിപുരയിൽ ഇന്നും തുടരും. കിസാൻ സഭാ നേതാക്കളും എംപിമാരും ഉൾപ്പെട്ട സംഘമാണ് സന്ദർശനം നടത്തുന്നത്. തലസ്ഥാനമായ അഗർത്തലയിൽ 3-ാം തീയതിയാണ് സംഘം ത്രിപുരയിലെത്തിയത്. ബിജെപി അധികാരത്തിലെത്തിയ ശേഷം സിപിഎം പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ ആക്രമണമാണ് ബിജെപി RSS പ്രവർത്തകർ അഴിച്ചുവിട്ടത്. മുസഫർപൂരിലെ ഷെൽട്ടറിലെ പെൺകുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ RJD നേതൃത്വത്തിൽ ദില്ലിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുത്തു. മുസഫർപൂർ വിഷയത്തിൽ നിതീഷ് കുമാറിനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുന്നതായിരുന്നു ഇന്നലെ RJDയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന പ്രതിഷേധ പരിപാടി. പ്രതിഷേധം RJDയുടെ നേതൃത്വത്തിലായിരുന്നെങ്കിലും പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ നേതാക്കളും നിതീഷ് കുമാർ സർക്കാരിനെതിരായ തേജസ്വി യാദവിന്റെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ബാധ്യത നിതീഷ് കുമാറിനുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കുറ്റവാളികളായ മുഴുവൻ ആളുകൾക്കും 3 മാസത്തിനകം കടുത്ത ശിക്ഷ നൽകണമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അഭിപ്രായപ്പെട്ടു. അതേസമയം സുപ്രീം കോടതിയുടെ ഇടപെടലിലായിരിക്കണം സംഭവത്തിലെ CBI അന്വേഷണം നടക്കേണ്ടതെന്നാണ് ഇടതുപക്ഷ സംഘടനകളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജലന്ധർ ബിഷപ്പിനെതിരായ ലൈംഗികാരോപണ കേസിൽ ഉജ്ജയിൻ ബിഷപ്പിൽ നിന്ന് ഇന്ന് പോലീസ് മൊഴിയെടുക്കും. ഉജ്ജയിൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ വടക്കേലിനാണ് കന്യാസ്ത്രീ പരാതി കൈമാറിയത്. തുടർന്ന് ഉജ്ജയിനിൽ നിന്ന് സംഘം തിരിച്ച് ദില്ലിയിലേക്ക് വരും. തിങ്കളാഴ്ച വത്തിക്കാൻ സ്ഥാനപതി പ്രതിനിധിയുടെ മൊഴിയെടുക്കാൻ അനുമതി ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. പിന്നീട് അന്വേഷണ നടപടികളുടെ എല്ലാ വിവരശേഖരണങ്ങൾക്കും ശേഷം ജലന്ധറിലേക്ക് തിരിക്കും. കേസിൽ അവശേഷിക്കുന്ന തെളിവുകൾ ശേഖരിക്കാനെത്തിയ അന്വേഷണ സംഘത്തിനെ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ എംബസിയിലേക്ക് കടത്തിവിട്ടിരുന്നില്ല. വിവരങ്ങൾ ശേഖരിക്കാനെത്തിയ DYSP സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തോട് മുൻകൂട്ടി അനുവാദം വാങ്ങാതെ കൂടിക്കാഴ്ച അനുവദിക്കില്ലെന്ന് ജീവനക്കാർ പറയുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന് CPIM. തെരഞ്ഞെടുപ്പിന് മുൻപായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ള ആശങ്കകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികളുമായി ചർച്ച ചെയ്യണമെന്നും CPIM ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ച് അടുത്ത കേന്ദ്ര കമ്മിറ്റിയായിരിക്കും തീരുമാനമെടുക്കുക. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു വേണ്ടെന്ന നിലപാട് പാർട്ടി വീണ്ടും ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാടുകൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്ന കാഴ്ചപ്പാടിലാണ് CPIM. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുയരുന്ന ആശങ്കകൾ പരിഹരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൈയെടുക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് VVPAT സംവിധാനവുമായി ബന്ധിപ്പിക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. Our point is a very serious concern, very serious concerns over the credibility and the unfairness of these machines. In order to address that issue, the CPIM had proposed that every electronic voting machine must be accompanied by a paper trail. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ നീക്കത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സമീപിച്ചിട്ടില്ലെന്ന് യെച്ചൂരി പറഞ്ഞു. BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള നീക്കത്തിനായിരിക്കും പാർട്ടി പ്രാധാന്യം നൽകുക. വിവിധ സംസ്ഥാന കമ്മിറ്റികൾ അവിടങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം സെപ്റ്റംബർ 6-ന് ചേരുന്ന PBക്ക് മുൻപായി അറിയിക്കണം. തുടർന്ന് ഒക്ടോബർ 5, 6, 7 തീയതികളിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയായിരിക്കും ഇത് ചർച്ച ചെയ്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട അന്തിമ നിലപാട് കൈക്കൊള്ളുക. കർഷകരുടെയും തൊഴിലാളികളുടെയും രാജ്യവ്യാപക പ്രക്ഷോഭം വിജയിപ്പിക്കാനും PB തീരുമാനിച്ചു. ഒരു ഇന്ത്യൻ പൗരനും അസം ദേശീയ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തുപോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും PB ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളെയും അണിനിരത്തി രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് തീരുമാനം. അതേസമയം പ്രധാനമന്ത്രി ആരാകണമെന്നതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കാമെന്ന നിലപാട് ശരിയല്ലെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ ഐക്യത്തിനായി പ്രധാനമന്ത്രി സ്ഥാനം വരെ വിട്ടുനൽകാനുള്ള തീരുമാനം കോൺഗ്രസിന്റെ നിലനിൽപ്പിന് പ്രതിസന്ധിയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കത്തിനാണ് കോൺഗ്രസ് തുടക്കമിട്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളെ അണിനിരത്തി മോദി സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. പ്രതിഷേധ പരിപാടിക്ക് തുടക്കം കുറിച്ച് കർണാടകയിലെ ബദായിൽ 13 നടക്കുന്ന കർഷക പ്രതിരോധ പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. രാജ്യത്തെ സാമ്പത്തിക നില, കർഷക പ്രശ്നങ്ങൾ, റാഫേൽ ഇടപാട്, മോദി സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയായിരിക്കും സമരം. ഇക്കാര്യം സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി രാഹുൽ ഗാന്ധി, ഗുലാം നബി ആസാദ്, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. तो ये करप्शन का, राफेल का, बैंक फ्रॉड का ये बड़े इशू बन चुके हैं. वर्किंग कमेटी लगातार होने के मायने आप समझ सकते हैं कि एक प्रकार से कांग्रेस ने अपनी तैयारी शुरू की है.
उन चुनाव के लिए भी। അസം കരട് പൗരത്വ രജിസ്റ്റർ വിഷയത്തിൽ മമതാ ബാനർജിയുടേതിന് സമാനമായി തീവ്ര നിലപാട് വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. कि हर भारतीय नागरिक को अपनी नागरिकता साबित करने का संपूर्ण तर्कसंगत और न्याय संगत मौका मिलना चाहिए. വൻകിടക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളിയ അതേ ഉത്സാഹം PNB തട്ടിപ്പ് കേസിലെ പ്രതി മെഹുൽ ചോക്സിക്ക് ആന്റിഗ പൗരത്വം കിട്ടാനും മോദി സർക്കാർ കാണിച്ചു. രാജ്യത്തെ നിലവിലെ പ്രശ്നങ്ങളിൽ മോദി സർക്കാർ അസത്യം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ആരാകണമെന്നതിൽ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കാമെന്നാണ് കോൺഗ്രസ് നിലപാട്. എന്നാൽ പ്രവർത്തക സമിതിയിൽ തന്നെ ഈ വിഷയത്തിൽ വിമർശനമുയരുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് പ്രതിസന്ധിയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ നടന്ന 29ാമത് GST കൌൺസിൽ ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഇളവ് പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾക്ക് GSTയിൽ ഇളവ് പ്രഖ്യാപിച്ച് GST കൌൺസിൽ. റുപേ കാർഡ്, ഭീം ആപ്പ് എന്നിവ വഴി ഇടപാട് നടത്തുന്നവർക്ക് നികുതിയുടെ 20% തിരികെ നൽകും. പരമാവധി 100 വരെ തിരികെ നൽകുമെന്ന് GST കൌൺസിൽ യോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഡിജിറ്റൽ ഇടപാടിന് ഇളവ് നൽകുന്ന പദ്ധതി ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര ധനസഹമന്ത്രി ശിവപ്രതാപ് ശുക്ലയുടെ നേതൃത്വത്തിൽ മന്ത്രിതല സമിതിക്ക് GST കൌൺസിൽ രൂപം നൽകി. അടുത്ത കൌൺസിൽ യോഗം സെപ്റ്റംബർ 28, 29 തീയതികളിൽ ഗോവയിൽ നടക്കും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് 241.69 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം. ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പുറമെയാണ് ഈ തുക വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ബൃഹത് പദ്ധതികളാണ് ഇതിലൂടെ നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 241.69 കോടി രൂപയുടെ ബൃഹത് പദ്ധതികൾക്കാണ് ഭരണാനുമതിയായത്. 2018-19 വർഷത്തിലെ ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി മുഖേന നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പുറമെയാണ് ഇത്രയും തുക സർക്കാർ അനുവദിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് ഈ തുക വിദ്യാഭ്യാസ മന്ത്രി നൽകിയത്. 241.69 കോടിയിൽ 94 ഹൈസ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് 135.84 കോടി രൂപ നൽകും. ഈ വിഭാഗത്തിൽ ഓരോ സ്കൂളുകൾക്കും 20 ലക്ഷം മുതൽ 3 കോടി രൂപ വരെ ലഭിക്കും. 34 പ്രൈമറി വിദ്യാലയങ്ങൾക്ക് കെട്ടിട നിർമ്മാണത്തിനായി 4232.45 ലക്ഷം രൂപയാണ് വിനിയോഗിക്കാൻ സാധിക്കുക. 13 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കായി അനുവദിച്ച 12.36 കോടിയും ഇതിൽ ഉൾപ്പെടും. 10 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ് ഓരോ സ്കൂളിനും വിനിയോഗിക്കാൻ സാധിക്കുക. 241.69 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൂടി ഭരണാനുമതി നൽകിയതോടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലെ വിദ്യാലയങ്ങളുടെ നവീകരണ പ്രക്രിയയ്ക്ക് ത്വരിത വേഗം കൈവരിക്കുമെന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 5-ന് തിരുവനന്തപുരം പ്രത്യേക വിമാനത്തിലെത്തുന്ന രാഷ്ട്രപതി രാത്രി രാജ്ഭവനിൽ തങ്ങും. നാളെ രാവിലെ 11-ന് നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി പരിപാടി രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5:30-ന് പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലേക്ക് തിരിക്കുന്ന രാഷ്ട്രപതി 7-ന് രാവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും ജഡ്ജിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാവിലെ 10:10-ന് തൃശൂരിലേക്ക് തിരിക്കും. രാവിലെ 11-ന് തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെ സെന്റിനറി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. ഇതിനുശേഷം കൊച്ചിയിലെത്തി പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കും. മാൾടെക്സ് വാഹനം വിപണിയിൽ നിന്ന് പിൻവലിച്ചതോടെ പ്രതിസന്ധിയിലായത് നിരവധി സാധാരണക്കാരാണ്. മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് കമ്പനിയുടെ ഈ നടപടിയെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. 2015-ലാണ് വാഹന നിർമ്മാതാക്കളായ ഐഷറും അമേരിക്കൻ കമ്പനിയായ പൊളാരിസും മാൾഡിക്സ് എന്ന ചെറുവാഹനം ഇന്ത്യൻ നിരത്തുകളിൽ എത്തിക്കുന്നത്. എന്നാൽ ഭാരത് സ്റ്റേജ് 3 വാഹനങ്ങൾ നിർത്തലാക്കി ഭാരത് സ്റ്റേജ് 4 വിഭാഗമായ മാൾഡിക്സ് വാഹനം സാങ്കേതികമായി പരാജയപ്പെട്ടതോടുകൂടി കമ്പനി ഇതിന്റെ ഉൽപാദനം നിർത്തലാക്കുകയായിരുന്നു. ഇതോടെ പ്രതിസന്ധിയിലായത് കേരളത്തിലുള്ള ആയിരക്കണക്കിന് സാധാരണക്കാരായ വാഹന ഉടമകളാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 1000-നടുത്തോളം ആളുകൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇപ്പം ഉണ്ട്. കാരണം അവരുടെയൊക്കെ വണ്ടികൾ, അതിൽ 100ഓളം വണ്ടികൾ കട്ടപ്പുറത്താണ്. സർവീസ് ഇല്ല, സ്പെയർ പാർട്സ് ഇല്ല. ഏഷ്യർ പൊളാരിസ് എന്ന ലിമിറ്റഡ് കമ്പനിയെ വിശ്വസിച്ച് മാത്രം ഉപജീവനത്തിന് ഇറങ്ങിയ ആളുകളാണ്. പലരും ആത്മഹത്യയുടെ വക്കീലാണ്. പിന്നെ അതേപോലെ ലോൺ എടുത്തിട്ട് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ.
അങ്ങനെ പല പല പ്രശ്നങ്ങളിലാണ്. വാഹനം വിപണിയിലിറക്കി 2 വർഷത്തിനകമാണ് കമ്പനി വിപണനവും സർവീസും അടക്കം നിർത്തലാക്കി ഷോറൂമുകൾ അടച്ചുപൂട്ടുന്നത്. ഭൂരിഭാഗം പേരും ഒരു വരുമാന മാർഗമായാണ് മാൾഡിക്സ് വാഹനം സ്വന്തമാക്കിയത്. എന്നാൽ കമ്പനി ഇവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനിക്കെതിരെ മാൾഡിക്സ് ഉടമകൾ സംഘടന രൂപീകരിച്ച് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗതാഗത വകുപ്പുകൾക്ക് ഇവർ പരാതിയും നൽകിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊല്ലം അഞ്ചലിൽ ഗുണ്ടാക്രമണം നടത്തിയ 4 RSS പ്രവർത്തകർ പിടിയിൽ. വീട്ടിൽ കയറി ഗൃഹനാഥനെയും KSRTC ബസ് ജീവനക്കാരെയും ആക്രമിച്ച സംഘമാണ് പിടിയിലായത്. കേസിലെ മറ്റൊരു പ്രതിയായ ഓട്ടോ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു. ആർച്ചൽ സുരേഷ് ഭവനിൽ സുരേഷ്, അഞ്ചൽ കോമളം ജ്യോതിഷ് ഭവനിൽ ജ്യോതിഷ് ലാൽ, അഞ്ചൽ വക്കമുക്ക് റോഡുവിള പുത്തൻവീട്ടിൽ അജി, അഞ്ചൽ അഗസ്റ്റിക്കോട് കോളച്ചിറ അശ്വതി മന്ദിരത്തിൽ അനന്തു എന്നിവരെയാണ് അഞ്ചൽ CI ടി സതികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി നെട്ടയം കൈലാസത്തിൽ ബിജുവിനെ പ്രതികൾ വീട്ടിൽ കയറി ഗുരുതരമായി മർദ്ദിച്ചു. അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചികിത്സ നൽകുന്നതിനിടയിൽ പിന്തുടർന്നെത്തിയ അക്രമി സംഘം കാഷ്വാലിറ്റിയിൽ കയറി ബിജുവിനെ വീണ്ടും മർദ്ദിച്ചു. അക്രമം തടയാൻ ശ്രമിച്ച ഐലറ അമ്പാടിയിൽ അനിൽകുമാർ, പുത്തയം വെള്ളിക്കുളം വീട്ടിൽ അനസ് എന്നിവർക്കും മർദ്ദനമേറ്റു. മർദ്ദനത്തിൽ ഗുരുതര പരിക്കുപറ്റിയ അനിൽകുമാറിനെയും അപകടത്തിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ ഉണ്ണികൃഷ്ണനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ കയറി അക്രമം നടത്തി അഞ്ചലിലേക്ക് വരവെയാണ് ആറോ ജംഗ്ഷന് സമീപം വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോ KSRTC ബസ്സിൽ തട്ടുന്നതും ജീവനക്കാരെ മർദ്ദിക്കുന്നതും. ചാത്തന്നൂർ ഡിപ്പോയിലെ ജീവനക്കാരായ ഡ്രൈവർ രഞ്ജിത്ത്, കണ്ടക്ടർ ഷീബ എന്നിവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വീട് കയറിയ അക്രമം, ബസ് ജീവനക്കാരെ മർദ്ദനം ഉൾപ്പെടെ ഇവർക്കെതിരെ 4 കേസുകൾ എടുത്തതായി പോലീസ് അറിയിച്ചു. കേസിലെ പ്രതിയായ ഓട്ടോ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം. വെനസ്വേലയിൽ ഒരു മിലിറ്ററി പരിപാടിയുടെ വാർഷികാഘോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് ആക്രമണം നടന്നത്. നിക്കോളാസ് മഡുറോ സുരക്ഷിതനാണ്. ആക്രമണം നടന്നത് ഡ്രോൺ പോലുള്ള ഉപകരണം കൊണ്ടാണെന്ന് വെനസ്വേലൻ വിവരസാങ്കേതിക മന്ത്രി റോഡ്രിഗസ് പറഞ്ഞു. സംഭവത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. Vamos por la derecha. Arriba, mi comando. Ha llegado la hora de la recuperación. ഉമ്പായിയുടെ കുടുംബത്തിന് സർക്കാർ സഹായം. സാംസ്കാരിക ക്ഷേമനിധി ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ നൽകുമെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിൽ ഉമ്പായിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് സൈമൺ ബ്രിട്ടോയെയും സാനു മാസ്റ്ററെയും മന്ത്രി സന്ദർശിച്ചു. അഭിമന്യുവിന്റെ ജീവിതം സിനിമയാക്കുന്നവരെ സൈമൺ ബ്രിട്ടോ മന്ത്രിക്ക് പരിചയപ്പെടുത്തി. സാനു മാസ്റ്ററുടെ വീട്ടിലെത്തിയ മന്ത്രി മാസ്റ്ററുടെ ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് ക്ഷേമാന്വേഷണം നടത്തി. ഇതിനുശേഷം പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിമിഷയുടെ വീടും മന്ത്രി സന്ദർശിച്ചു. സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിന് നൽകിയ ഉറപ്പിന്റെ ലംഘനമാണെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനം അറിയിക്കും. കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രി JP നഡ്ഡയെ നേരിൽ കണ്ടപ്പോൾ എയിംസിന്റെ കാര്യത്തിൽ അനുകൂല നിലപാടാണ് പ്രകടിപ്പിച്ചത്. ഘട്ടം ഘട്ടമായി എയിംസ് ആരംഭിക്കുമെന്നും ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ തന്നെ കേരളത്തിൽ എയിംസ് അനുവദിക്കുമെന്നും അന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. 2018 ജൂലൈ 23-ാം തീയതി കത്ത് മുഖേനയും ഇക്കാര്യം കേന്ദ്രമന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നുള്ള ചുവടുമാറ്റം കേരളത്തോട് കാട്ടുന്ന കടുത്ത വിവേചനമാണ്. ഫെഡറൽ സംവിധാനത്തിൽ ഒരു സർക്കാരും ഇത് ചെയ്യാൻ പാടില്ലെന്നും മന്ത്രി KK ശൈലജ പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. തിരികെ വാർത്തകളിലേക്ക്. തൊടുപുഴ കമ്പകക്കാനത്തെ കൂട്ടക്കൊലക്കേസിൽ പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത ഷിബുവിന്റെ ശബ്ദരേഖയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സംഭവത്തിൽ വൈകാതെ അറസ്റ്റുണ്ടായേക്കും. പിടിയിലായ ഷിബു സുഹൃത്തുമായി നടത്തുന്ന ഫോൺ സംഭാഷണമാണ് പീപ്പിൾ TVക്ക് ലഭിച്ചത്. കോടികൾ കയ്യിൽ വരും, അതുവരെയുള്ള ആവശ്യങ്ങൾക്കായി 50,000 രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് സുഹൃത്തിനോട് ആവശ്യപ്പെടുന്നു. ഒരു 50 രൂപ എമർജൻസി ആയിട്ട് ഒരു 2 ദിവസത്തേക്ക് മറിക്കാൻ കാണും ആരെങ്കിലും. 50,000 രൂപ വെള്ളിയാഴ്ച നമുക്ക് കൊടുക്കാം. കാകത്തിക്ക് എന്റെ കാര്യം തന്നെ അറിയാലോ. ഓക്കെ, നിന്റെ കാര്യം അറിയാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആരെങ്കിലും? അങ്ങനെ പോലും തന്ന് സഹായിക്കാൻ നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കണ്ടത്. നമ്മളൊരു വർക്കില്ല, നമ്മളത് വർക്കിൽ ഇട്ടുകൊണ്ടതാ. അപ്പൊ അതിന്റെ ഒരു ആവശ്യത്തിലാണ് വെള്ളിയാഴ്ച പൈസ ആവും. കൊടുക്കാൻ പോണേ.
അത്രമാനെ പറയാക പിന്നെ കടങ്ങളൊക്കെ നമ്മളതൊക്കെ തീരുകൂടെ കോടികൾ നമ്മളെ കയ്യിൽ വരും സമാനപ്പെടും. ഈ ശബ്ദരേഖയോട് സമാനതയുള്ള മൊഴിയാണ് കൊല്ലപ്പെട്ട കൃഷ്ണന്റെ ഭാര്യ സഹോദരി പോലീസിന് നൽകിയിട്ടുള്ളത്. വൻതുക ലഭിക്കാനുണ്ടെന്ന് കൃഷ്ണന്റെ ഭാര്യ സുശീല പറഞ്ഞതായാണ് ഓമന നൽകിയ മൊഴി. ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കൃഷ്ണൻ മന്ത്രവാദവും നിധി തേടിയുള്ള പ്രവർത്തനങ്ങളും വഴി വൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുമെന്ന് പലർക്കും അറിയാമായിരുന്നുവെന്നാണ്. പിടിയിലായ ഷിബുവിന് തൊടുപുഴ കേന്ദ്രീകരിച്ച് വൻ സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. കസ്റ്റഡിയിലെടുത്ത റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഞായറാഴ്ച രാത്രിയാണ് കൃഷ്ണൻ, ഭാര്യ സുശീല, മക്കളായ ആർഷ, അർജുൻ എന്നിവരെ കൊന്ന് കുഴിച്ചുമൂടിയത്. പ്രതികളുടേതെന്ന് സംശയിക്കുന്ന 6 പേരുടെ വിരലടയാളങ്ങൾ ലഭിച്ചത് അന്വേഷണത്തിന് സഹായകമാകും. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും വൈകാതെ അറസ്റ്റുണ്ടാകുമെന്നും ഇടുക്കി SP പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സിനിമാ താരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ റൂമിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഓപ്പറേറ്റിംഗ് മാനുവൽ ഉടൻ സമർപ്പിക്കണമെന്ന് തമിഴ്നാടിന് മേൽനോട്ട സമിതിയുടെ നിർദ്ദേശം. 1 മാസത്തിനകം കമ്മിറ്റിക്ക് മുമ്പാകെ മാനുവൽ സമർപ്പിക്കുമെന്ന് തമിഴ്നാട് ഉറപ്പു നൽകി. അതേസമയം ജലനിരപ്പ് 142 അടി വരെ എത്തിയാലും അണക്കെട്ടിന് ഭീഷണിയില്ല എന്ന നിലപാടിലാണ് ഉന്നതാധികാര സമിതി. ജൈവകൃഷിയിൽ വിജയം കൊയ്ത് വടകര നടക്കുതാഴെ സർവീസ് സഹകരണ ബാങ്ക്. വിഷരഹിത പച്ചക്കറിയാണ് പ്രധാന കൃഷി. വടകര മണിയൂർ കുന്നത്തുകരയിലെ ഹൈടെക് ഓർഗാനിക് ഫാമിലെത്തുന്നവർക്ക് വിളകൾ വാങ്ങുന്നതിനൊപ്പം ആധുനിക കൃഷിരീതി മനസ്സിലാക്കാനും സൗകര്യമുണ്ട്. ഞാറ്റുവേല എന്ന പേരിൽ ആരംഭിച്ച ഉൽപ്പന്ന പ്രദർശനമേള മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസ് വർഗീയവൽക്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് പെരിയയിലെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ തടയാൻ സംഘപരിവാർ പിന്തുണയോടെ സെക്യൂരിറ്റി ജീവനക്കാർ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. സമരം SFI ദേശീയ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു.